നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സമൂസയുടെ റെസിപ്പിയാണ്. പിൻവീൽ സമൂസ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സമൂസ റെസിപ്പിയാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സമൂസ ഷീറ്റ് അതിൻ്റെ ബേസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 240 ml കപ്പിൽ 1 കപ്പാണ് മൈദപ്പൊടി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ചൊരു അളവിനാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം എള്ളാണ്. അപ്പോൾ കാണാനും നല്ല ഭംഗിയായിരിക്കും, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, എള്ളില്ലെങ്കിൽ അത് ഒഴിവാക്കാം, അത്രയേ ഉള്ളൂ, കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇത് ആദ്യം തന്നെ നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് പരത്തൂലേ അതേപോലെ നല്ല പോലെ ഇത് കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പം നല്ല സോഫ്റ്റ് മാവായിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ മാവ് നല്ല പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയ്ക്ക് മതിയാവും. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം നമ്മൾ 30 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ സമൂസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായിട്ട് വരുമ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസിലുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇത് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ല പോലെ വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ല പോലെ ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. അപ്പോൾ മസാലപ്പൊടികളുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എരിവ് നോക്കിയിട്ട് മുളകിൻ്റെ അളവ് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളുടെ പച്ചക്കുത്ത് മാറുന്നത് വരേക്കും നമുക്ക് നല്ല പോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ട് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ പൊടികൾ ഇടുന്ന വഴിക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് നല്ലപോലെ ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ ആണ്. ഞാനൊരു 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ വേവിച്ച് വെച്ചിരുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പൊട്ടാറ്റോ ചേർത്തിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കുറച്ച്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മളിത് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഈ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സമൂസ റെഡിയാക്കാൻ തുടങ്ങാം. ഇനി നമ്മുടെ സമൂസ ഒന്ന് മുക്കി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക്
മൈദയുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഇതങ്ങ് മിക്സാക്കി എടുക്കാം കേട്ടോ. ഒരുപാട് തിക്കായിട്ട് വേണ്ട, വളരെ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മൈദ മിക്സ് ചെയ്തെടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ നല്ല പോലെ നമ്മൾ ഈ ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് സമൂസയ്ക്ക് മാവ് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ തന്നെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. നമുക്കിത് ഒന്നും കൂടി നല്ല പോലെ കൈവച്ചിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പരത്തുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയോ അതല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ ഇതുമ്മ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നല്ല പോലെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് തിക്കുമല്ല, അതേപോലെ തന്നെ ഒരുപാട് തിന്നല്ലാത്ത പോലെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന ആ ഒരു പരുവത്തിൽ നല്ല പോലെ ഇത് കോല് വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതേ ഇതേപോലെ ഒന്ന് സ്ക്വയർ ആയിട്ടാണ് പരത്തിയെടുത്തത്. ഇതേപോലെ ഒരു തിക്നെസ്സിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ സ്ക്വയർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല പോലെ പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മസാലയുണ്ടല്ലോ, അത് ഇതേപോലെ മൊത്തത്തിൽ അങ്ങ് ഇട്ടിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നിരത്തി ഇങ്ങനെ ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മസാല എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ടീസ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ എന്നാലാണ് നമുക്ക് എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇത് റൗണ്ടാക്കി എടുക്കുമ്പോൾ, കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും മസാല കിട്ടുള്ളൂ. അപ്പോൾ നല്ല പോലെ ലെവലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇതേപോലെ നമ്മളിത് റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പതുക്കെ എടുത്തിട്ട് ഇതേപോലെ പതുക്കെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ അറ്റം ഉണ്ടല്ലോ, അത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മൈദയുടെ വെള്ളം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ റോള് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ പതുക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതില്ലെങ്കിൽ അത് പെട്ടെന്ന് വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് പതുക്കെ കട്ട് ചെയ്തെടുക്കാം നമുക്ക്. കണ്ടില്ലേ, നല്ല മൂർച്ചയുള്ള കത്തിയും എടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാലാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, നല്ല പോലെ നമുക്ക് കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ നമ്മുടെ വീല് പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. പതുക്കെ സൂക്ഷിച്ച് ഇതേപോലെ നമ്മൾ രണ്ട് സൈഡിലും ഇതേപോലെ അങ്ങ് കൈ വെച്ചിട്ട് നല്ല പോലെ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വീൽ സമൂസ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനും. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ വീലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാ റോളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത്. കാണാനായാലും അതേപോലെ തന്നെ കഴിക്കാനായാലും നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ സമൂസ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ ചൂടാക്കാൻ വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മൈദയുടെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ഓരോ വീലും എടുത്തിട്ട് ഇതേപോലെ സമൂസ എടുത്തിട്ട് നമുക്ക് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരേക്കും നമുക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരേക്കും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അറ്റ് എ ടൈം 3 എണ്ണം ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒരു ലൈറ്റ് ഗോൾഡ് നിറാവുന്നത് വരേക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ സമൂസ നല്ല പോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മതി. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ലൈറ്റ് ഗോൾഡ് നിറമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി എല്ലാ സമൂസയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പിൻവീൽ സമോസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. വെറൈറ്റി ആയിട്ടുള്ളൊരു സമൂസ റെസിപ്പിയാണ് കേട്ടോ. നല്ല ക്രിസ്പിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ പൊട്ടറ്റോ വെച്ചിട്ട് മാത്രമാണല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചിക്കനോ ഫിഷോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.